وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. أنس بن مالك رضي الله تعالى عنه ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാസത്തുൻ, ഒരു മയ്യത്തിനെ മൂന്ന് കാര്യങ്ങളാണ് പിൻപറ്റുക. ഫയർജിഉ ഇസ്നാനി വയബ്ഖ മഅഹു വാഹിദുൻ, അതിൽ രണ്ട് കാര്യങ്ങൾ മടങ്ങിപ്പോരുകയും ഒന്ന് അവൻ്റെ കൂടെ ബാക്കിയാവുകയും ചെയ്യുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ഏതൊക്കെയാണ് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. യത്ബഉഹു അഹ്ലുഹു വമാലുഹു, യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവനെ പിൻപറ്റുന്ന എന്തൊക്കെയാണ്? അവൻ്റെ ധനവും അതുപോലെ തന്നെ അവൻ്റെ കുടുംബവും അതുപോലെ തന്നെ അവൻ്റെ അമലും, ഈ മൂന്ന് കാര്യങ്ങളും അവനെ പിൻപറ്റും. ഫയർജിഉ അഹ്ലുഹു വമാലുഹു, അവൻ്റെ ധനവും അതുപോലെ തന്നെ അവൻ്റെ കുടുംബവും തിരിച്ചു പോരും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയബ്ഖ അമലുഹു, അവൻ്റെ അമല് മാത്രമാണ് അവൻ്റെ കൂടെ ബാക്കിയാവുക എന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസ് യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അമലുകളെയൊക്കെ ഇഖ്ലാസുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കൂടെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ദൃഢമായ ഒരു ബോധ്യം നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ അമല ആരും എന്ത് ചെയ്യില്ല, പാഴാക്കാൻ വേണ്ടി ശ്രമിക്കൂല. അത് മറ്റൊരാൾ കാണാൻ വേണ്ടി, അതല്ലെങ്കിൽ മറ്റൊരാൾ കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും നമ്മൾ എന്ത് ചെയ്യൂല. കാരണം ഖിയാമത്ത് നാളിൽ അല്ലെങ്കിൽ എൻ്റെ ഖബറിൽ എനിക്ക് കൂട്ടുണ്ടാവുക ഈ അമലുകൾ മാത്രമുള്ളൂ എന്നൊരു വിചാരം നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ അമലുകളെല്ലാം ഏറ്റവും ഹാലിസായിക്കൊണ്ട് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്ത, ഏത് അമൽ നമ്മൾ ചെയ്യുകയാണെങ്കിലും, ഖുർആൻ പാരായണം ആയിക്കൊള്ളട്ടെ, അദ്കാറിലായിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ നമസ്കാരം ആയിക്കൊള്ളട്ടെ, സുന്നത്ത് നിസ്കാരം, എന്ത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും ഈ ഒരു ചിന്ത, കാരണം ഇത് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ബാക്കിയാകുന്ന ഒരു സംഗതിയാണ്, ഇത് മാത്രമേ എൻ്റെ കൂടെ ബാക്കിയാവുകയുള്ളൂ എന്നൊരു ബോധ്യത്തോടു കൂടി ഏത് അമലും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത ഇബ്നു ആദമ ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസിൻ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ അമലുകൾ മുഴുവൻ മുറിഞ്ഞു പോകുന്നതാണ്. എന്നാൽ മൂന്ന് കാര്യങ്ങളിൽ ഒഴികെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖത്തിൻ ജാരിയത്തിൻ, എന്നും നിലനിൽക്കുന്നതായ സദഖ. സദഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തു, ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, അത് ആ സ്വതക്കൻ്റെ പ്രതിഫലം ലഭിച്ചു. പക്ഷേ എന്നെന്നും അത് നിലനിൽക്കോ? ഇല്ല. എന്നാൽ ഒരു പള്ളിക്ക് വേണ്ടി നമ്മൾ സ്ഥലം കൊടുത്തു, അതല്ലെങ്കിൽ ഒരു പൊതു കിണർ നമ്മൾ നിർമ്മിച്ചു കൊടുത്തു. ഇങ്ങനെ നമ്മുടെ മരണശേഷവും നിൽക്കുന്ന മറ്റുള്ള ആളുകൾ ഉപകാരപ്പെടുക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ സമ്പാദ്യം ചെലവഴിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ മനുഷ്യന് അവൻ്റെ മരണശേഷവും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൽമിൻ യുൻതഫഉ ബിഹി, അവൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അറിവ് പഠിപ്പിച്ചു കൊടുത്തു, ആ അറിവ് അനുസരിച്ച് കൊണ്ട് മറ്റുള്ള ആളുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരെയാണോ പഠിപ്പിച്ചത് അവരൊക്കെ അതുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രതിഫലവും എന്ത് ചെയ്യും, ആ മനുഷ്യന് ലഭിക്കും. നമ്മളൊക്കെ നമ്മുടെ മക്കളെ നല്ല ദീനിയായ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അതിന് പ്രോത്സാഹനം കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്രതിഫലങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്കും അതുപോലെ തന്നെ ഒന്നും കുറയാതെ തന്നെ നമുക്കും എന്ത് ചെയ്യും, ലഭിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു കുട്ടി അവർക്ക് നാളെ ഉപകാരപ്പെടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ദീനിയായ രൂപത്തിൽ വളർത്താനും അതുപോലെ തന്നെ ശരീഅത്തിൻ്റെ ഇൽമുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും മരണശേഷം നമുക്ക് വേണ്ടി ദുആ ചെയ്യാനും ഒക്കെ വസിയത്ത് ചെയ്യുക. ആ രൂപത്തിൽ സ്വാലിഹായ മക്കളുണ്ടാവുക എന്നുള്ള കാര്യം ഏറ്റവും വലിയ നിഅമത്താണ്. മക്കളുണ്ടാവുക എന്നുള്ളതും നിഅമത്താണ്. അതുപോലെ തന്നെ ഒരു കുട്ടി സ്വാലിഹാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നിഅമത്തായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അത് നമ്മളെ മക്കളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ നല്ല രൂപത്തിൽ ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും ശരീഅത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടൊക്കെ അതുപോലെ തന്നെ മൂല്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ വളർത്തുക. ആ രൂപത്തിലുണ്ടെങ്കിലുള്ളൂ നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.